സൺഡേ സ്കൂള് കാലിക പ്രസക്തമായ ഒരാത്മീക പ്രവർത്തനമാണ് എന്ന് പറയുന്നതിൽ യാതൊരു മടിയും വേണ്ട. കാരണം നമ്മുടെ സെക്കുലർ വിദ്യാഭ്യാസ മേഖലകളിൽ ധാർമ്മികമോ ആധ്യാത്മികമോ യാതൊരു കാര്യവും പഠിപ്പിക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. യഥാർത്ഥത്തിൽ സൺഡേ സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചത് നിങ്ങൾക്കറിയാം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ കാലത്താണ്. ഇംഗ്ലണ്ടിൽ കുട്ടികൾ സ്കൂളിൽ പോകാതെ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാൻ ആരംഭിച്ചപ്പോൾ അവർക്ക് പഠനത്തിനോ ധർമ്മം പഠിക്കുവാനോ മതം പഠിക്കുവാനോ ആധ്യാത്മികത പഠിക്കുവാനോ ഒന്നും സാധ്യമല്ലാത്തൊരവസ്ഥ വന്നു. അന്ന് 18-ാം നൂറ്റാണ്ടിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ കാലത്താണ് സൺഡേ സ്കൂൾ ആവിർഭവിക്കുന്നത്. അവരെ അരിത്തമാറ്റിക്, റീഡിങ്, അറ്റ് ദ സെയിം ടൈം സ്പിരിച്വൽ കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് സൺഡേ സ്കൂൾ ആരംഭിച്ചത്. ഈ സൺഡേ സ്കൂൾ പ്രസ്ഥാനം ലോകം മുഴുവൻ പ്രചരിച്ചു. നമ്മുടെ സഭയിൽ ഔദ്യോഗികമായി സൺഡേ സ്കൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് കാലം ചെയ്ത പരിശുദ്ധനായ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദീവന്നാസ്യോസ് രണ്ടാമൻ മലങ്കര മെത്രാപ്പൊലീത്ത അദ്ദേഹത്തിൻ്റെ കാലത്താണ്. അതിനു മുമ്പും വേദപഠന കളരികളും വേദപഠന ഭവനങ്ങളും ഒക്കെ ചിതറി അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഓർഗനൈസ് ചെയ്ത് ഒരു ഓർഗനൈസ്ഡ് സൺഡേ സ്കൂൾ മൂവ്മെൻ്റ് ആയിട്ട് വരുന്നത് പുലിക്കോട്ടിൽ ജോസഫ് മാർ ദീവന്നാസ്യോസിൻ്റെ കാലത്താണ്. അതിനുശേഷം സൺഡേ സ്കൂൾ പ്രസ്ഥാനം സഭയുടെ ശക്തിയുള്ള ഒരു വലിയ പ്രസ്ഥാനമായി ആവിർഭവിച്ചു എന്നുള്ളതാണ് വാസ്തവം. ഈ സെക്കുലർ വിദ്യാഭ്യാസവും സീക്രട്ട് വിദ്യാഭ്യാസവും അത് ലോകത്തിൻ്റെ എല്ലാ കൾച്ചറിലും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളായിരുന്നു. സെക്കുലർ വിദ്യാഭ്യാസത്തോടൊപ്പം സീക്രട്ട് വിദ്യാഭ്യാസവും നൽകിയിരുന്നു. ആർഷഭാരതത്തിൻ്റെ ചരിത്രത്തിൽ നോക്കിയാലും അത് തന്നെയാണ്. പള്ളികളോട് ചേർന്ന് പള്ളിക്കൂടങ്ങളും ടെമ്പിളിനോട് ചേർന്ന് അവിടെ ഉള്ള പഠനശാലകളും കളരികളും ഒക്കെ ആവിർഭവിച്ചു. അതുകൊണ്ട് ആരാധിക്കുന്ന ആലയങ്ങളോട് ചേർന്നാണ് പഠനത്തിന് വേണ്ടി ഉള്ള കാര്യങ്ങൾ ക്രമീകരിച്ചിരുന്നത്. അതുകൊണ്ട് ഇത് രണ്ടും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെ കൊടുക്കുന്ന ഒരു സംസ്കൃതിയാണ് യഥാർത്ഥത്തിൽ ലോകത്തിൽ തന്നെ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഭാരതത്തിൽ. ഗുരുവിൻ്റെ വീട്ടിൽ താമസിച്ച് പഠിക്കുക, അവിടെ ധാർമ്മികതയോടൊപ്പമാണ് മറ്റു വിജ്ഞാനവും പകർന്നു കൊടുത്തിരുന്നത്. എന്നാൽ അത് മാറി ഞാൻ പറഞ്ഞതുപോലെ റിനൈസാൻസിൻ്റെയൊക്കെ കാലത്ത്, റെഫർമേഷൻ്റെയൊക്കെ കാലത്താണ് ഇത് രണ്ടും കൂടെ ഒരു സെപ്പറേഷൻ ഉണ്ടാകുന്നത്. സീക്രട്ട് വിദ്യാഭ്യാസവും സെക്കുലർ വിദ്യാഭ്യാസവും അത് രണ്ടായിട്ട് തിരിക്കപ്പെട്ടു. അന്നു മുതലാണ് എല്ലാ പ്രശ്നങ്ങളും ആവിർഭവിക്കുന്നത്. കേവലം സെക്കുലർ വിദ്യാഭ്യാസം കൊണ്ട് മാത്രം ഒരു മനുഷ്യനെ ഉണ്ടാക്കുവാൻ സാധ്യമല്ല. മനസ്സാക്ഷിയില്ലാത്ത, ധാർമ്മിക ബോധമില്ലാത്ത, ദൈവിക ചിന്തയില്ലാത്ത മനുഷ്യരെ കൊണ്ട് സമൂഹത്തിനോ ലോകത്തിനോ ഒന്നും ഒരു നേട്ടവും ഉണ്ടാകില്ല. അതുകൊണ്ടാണല്ലോ ഇന്ന് നിങ്ങൾക്കറിയാം
ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കാലമാണ്. ഈ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കാലത്ത് IT അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഒക്കെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഈ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കാലത്ത് നമുക്ക് ധാരാളം ഇൻഫർമേഷനുണ്ട്. ഈ എല്ലാ ഇൻഫർമേഷനും അറ്റ് യുവർ ഫിംഗർ ടിപ്സ്. If you are expert in computer and computer applications, you can have immense information. ഈ നെക്രോസിസ് എന്ന് പറയുന്ന ബ്രെയിൻ നെക്രോസിസ്, ന്യൂറൽ നെക്രോസിസ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് നമ്മുടെ തലച്ചോറിന് ഉൾക്കൊള്ളാവുന്ന ഇൻഫർമേഷൻസ് ഉണ്ട്. ഞാൻ ഈ ആനിമൽ സയൻസിലാണ് ഡോക്ടറേറ്റും ഒക്കെ എടുത്തിരിക്കുന്നതുകൊണ്ട് ഞാനൊരു സയൻസിൻ്റെ പ്രൊഫസറാണെന്ന് ഞാൻ പറഞ്ഞല്ലോ യൂണിവേഴ്സിറ്റിയിലും ഒക്കെ. അപ്പോൾ ഞാൻ സുവോളജി ഒന്നും പഠിപ്പിക്കാൻ പോവല്ല, എങ്കിലും നമ്മുടെ തലച്ചോറിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഇൻഫർമേഷനുണ്ട്. അതായത് പാത്രം എടുത്ത് പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചാൽ ആ പാത്രത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന അളവുണ്ട്. ആ അളവിന് അതീതമാണെങ്കിൽ ആ വെള്ളം വെളിയിലേക്ക് പോവുകയുള്ളൂ. ഇതുപോലെ ഓരോ പ്രായത്തിലും നമുക്ക് ഉൾക്കൊള്ളാവുന്ന, ബ്രെയിനിന് ഉൾക്കൊള്ളാവുന്ന ചില ഇൻഫർമേഷൻ നമുക്ക് സാധിക്കും. നമുക്കൊരു ബ്രെയിൻ എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഇസ് കമ്പ്യൂട്ടർ സിസ്റ്റമാണ്. നമ്മുടെ ഈ ന്യൂറോൺസിൻ്റെ എല്ലാം കമ്പ്യൂട്ടർ സിസ്റ്റമാണ്. അപ്പോൾ അതിലോട്ടൊന്നും ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഈ ഇൻഫർമേഷൻ എല്ലാം കൂടെ വന്നിങ്ങ് ചാടുകയാണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ കൊച്ചു കുഞ്ഞുങ്ങൾ, ഇവരുടെ പ്രായത്തിൽ എനിക്കറിയാവുന്നതിൻ്റെ 10,000 ഇരട്ടി അറിവുകൾ ഈ അറിവുകളെന്ന് പറയാനൊക്കത്തില്ല, ഇൻഫർമേഷൻസ് ഉണ്ട്. ഇവരുടെ പ്രായത്തിൽ എനിക്ക് അറിയാൻ വയ്യാത്തതൊക്കെ ഇപ്പോൾ അവർക്കറിയാം. പക്ഷേ ഒരു ലെവലിൽ അങ്ങേപ്പുറം ഇൻഫർമേഷൻസ് വന്ന് അക്യുമുലേറ്റ് ചെയ്താൽ അത് വട്ടായിട്ട് മാറും, ഒരുമാതിരി വട്ട് പോലാകും. അതിന്ന് സർവ്വസാധാരണമാണ്. വട്ടുപിടിച്ച മനുഷ്യർ ഇന്ന് ധാരാളമുണ്ട്. അതിനാണ് ന്യൂറൽ നെക്രോസിസ് എന്നൊക്കെ പറയുന്നത്. ഒരുപാട് വട്ടുപിടിച്ചവരുണ്ട്. ഈ അറിവെല്ലാം കൂടെ തലേ കയറി, ഇൻഫർമേഷൻസ് എല്ലാം കൂടെ തലേ കയറി വട്ട് പോലാകും. ഞാൻ പറഞ്ഞു വന്നത്, അതുകൊണ്ട് ഇൻഫർമേഷനെ കുക്ക് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് അത് അറിവുകളായി കുഞ്ഞുങ്ങളിലേക്ക് പകരണം. ദാറ്റ് ഈസ് എഡ്യൂക്കേഷൻ. വാട്ട് ഈസ് എഡ്യൂക്കേഷൻ എന്ന് ചോദിച്ചാൽ, ഈ വരുന്ന അറിവുകളെന്ന് പറയുമ്പോൾ ഇൻഫർമേഷൻ, അതിനെയെല്ലാം അത് പോസിറ്റീവ് ഇൻഫർമേഷനുണ്ട്, നെഗറ്റീവ് ഇൻഫർമേഷനുണ്ട്, ഈവൻ ഡെട്രിമെൻ്റൽ ഇൻഫർമേഷൻസ് ഉണ്ട്. നിങ്ങൾക്കറിയാമോ? പേരൻസ് ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈ പോസിറ്റീവ് ഇൻഫർമേഷൻ ഈസ് ഗുഡ്, നെഗറ്റീവ് ഇൻഫർമേഷനുണ്ട്. അത് ആ ഇൻഫർമേഷൻ തലയിൽ വന്നാൽ അത് നെഗറ്റിവിറ്റിയിലേക്ക് പോകും. ഈവൻ അപായപ്പെടുത്തുന്ന ഇൻഫർമേഷൻസ് പോലുമുണ്ട്. അതാണല്ലോ പല പിള്ളേരുമേയും മൊബൈലിൽ ഏതാണ്ടൊക്കെ ചലഞ്ചസ് എന്നും പറഞ്ഞൊരു പരിപാടിയുണ്ട്. പിള്ളേർക്കൊക്കെ അറിയാം, ചിരിക്കുന്ന പിള്ളേർക്കൊക്കെ അറിയാം. ആ ചലഞ്ചിൻ്റെയൊക്കെ പുറകെ പോയി ആത്മഹത്യ ചെയ്യുക, സ്വയം കൊല്ലുക, അങ്ങനെയുള്ള പരിപാടികളുണ്ട്. എത്ര പിള്ളേരാണെന്നറിയാം ആത്മഹത്യ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഡേഞ്ചറസ് ഡെട്രിമെൻ്റൽ ഇൻഫർമേഷൻ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇൻഫർമേഷനെ കുക്ക് ചെയ്ത് പോസിറ്റീവായിട്ടുള്ള അറിവുകളായി മാറ്റി കുഞ്ഞുങ്ങളിലേക്ക് സംവേദിപ്പിക്കുന്നതാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ ദ എഡ്യൂക്കേഷൻ സിസ്റ്റം ഈസ് ദാറ്റ്. എന്നാൽ അതുകൊണ്ടും പോരാ, അടുത്തൊരു ലെവലുണ്ട്, വിസ്ഡം, ജ്ഞാനം. ഈ ലഭിച്ച അറിവുകൾ പ്രായോഗികമായി കൊണ്ടുവരുവാനും വിവേകത്തോടെ കൊണ്ടുവരുവാനും പറ്റുന്ന ഒരു വിസ്ഡം,
യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകും. അപ്പം അറിവുകളും വിജ്ഞാനവും ജ്ഞാനവും എല്ലാം കൂടെ സമ്മേളിക്കുമ്പോഴാണ് ഒരു നല്ല മനുഷ്യരുണ്ടാകുന്നത്. ഞാൻ അതിൻ്റെ മേഖലകളിലേക്കൊന്നും ഇപ്പം പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് അതിന് സാധ്യത വളരെ കുറവാണ്. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവികമായ ജ്ഞാനം പകരുവാൻ വളരെ സാധ്യത കുറവാണ്. സെക്യുലർ സ്കൂളിലൊന്നും ഒന്നുമില്ല എന്നുള്ളതാണ്. പണ്ടൊക്കെ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് വല്ലപ്പോഴും അധ്യാപകർ പഠിപ്പിച്ചതിന് ശേഷം എന്തേലും നല്ല കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഞാനും കോളേജിലും യൂണിവേഴ്സിറ്റിയിലും ഒക്കെ പഠിപ്പിക്കുമ്പോഴും എൻ്റെ കുട്ടികൾക്ക് ഇടയ്ക്ക് വല്ലതുമൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഇന്ന് അതിനൊരു സാധ്യതയുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലോകത്ത് ഈ സൺഡേ സ്കൂൾ പോലെയുള്ള ബോധവൽക്കരണ പരിപാടികൾ നടന്നില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഹിറ്റ്ലറോ അല്ലെ അതുപോലെയുള്ള പല ഭീകരന്മാരൊക്കെ ആയിട്ട് മാറും. ഇന്ന് ഭീകരന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സമൂഹമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഞാൻ അധികം വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. സൺഡേ സ്കൂൾ പ്രസ്ഥാനം, ബാലസമാജം, ഈ ബാലസമാജവും സൺഡേ സ്കൂളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഞാൻ രണ്ടിൻ്റെയും പ്രസിഡൻ്റാണ്. സൺഡേ സ്കൂൾ എന്ന് പറയുമ്പോൾ അത് ഒരു അക്കാഡമിക് ലെവലിൽ കുഞ്ഞുങ്ങളിലേക്ക് ദൈവീകമായ ധാർമ്മികമായ കാര്യങ്ങൾ പകർന്നു കൊടുക്കുന്നത്. ഇറ്റ് ഈസ് ആൻ അക്കാഡമിക് എക്സർസൈസ്. എന്നാൽ ബാലസമാജം എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടെ പ്രായോഗികമാണ്. കുഞ്ഞുങ്ങളിലേക്ക് പ്രായോഗികമായി എങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ സാധിക്കും. അത് വലിയ അക്കാഡമിക്സ് ഒന്നും അവിടെ ഇല്ല. ബാലസമാജത്തിൽ അക്കാഡമിക്കായിട്ടുള്ള പാഠങ്ങളൊന്നും അവരെ പഠിപ്പിക്കുന്നില്ല. സോ ഇൻ പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ്, ഹൗ ടു ബിക്കം എ ഗുഡ് ക്രിസ്ത്യൻ, അങ്ങനെയുള്ള പ്രസംഗങ്ങൾ, അവർക്ക് ട്രെയിനിങ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ബാലസമാജം. അപ്പം ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഇന്ന് നമ്മുടെ സഭയിൽ വളരെ അനുഗ്രഹീതമായി സൺഡേ സ്കൂൾ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇപ്പം തന്നെ സിലബസ് കഴിഞ്ഞു. പുതിയ സിലബസ് ഒരു സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി, ഈ കുഞ്ഞുങ്ങൾ ഒരു ഓർത്തഡോക്സ് ഫെയ്ത്തിൽ അടിയുറച്ച് വരത്തക്കവണ്ണമുള്ള പുതിയ സിലബസ് ഇപ്പോൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുക നമ്മുടെ സൺഡേ സ്കൂൾ പ്രസ്ഥാനം. ക്രിസ്തു ആര്? എന്താണ് ക്രിസ്തു? ഹു ഈസ് ക്രൈസ്റ്റ്? ഓർത്തഡോക്സ് സഭയുടെ ജീവിതം എങ്ങനെയാണ്? ഇന്നത്തെ ലോകത്തിൽ എങ്ങനെ ഒരു നല്ല ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കണം? ദ ഡെവലപ്പിംഗ് ടെൻഡൻസീസ് ഇൻ ദി ചർച്ച്. അസറ്റിക് മൂവ്മെൻ്റ് എന്താണ്? ഇതൊന്നും നമ്മുടെ കുഞ്ഞുങ്ങൾക്കറിയാൻ വയ്യ. അപ്പം പ്രായോഗികമായി കുഞ്ഞുങ്ങളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ പകരുവാൻ കഴിയുന്ന ഒരു നല്ല സിലബസ് അതിൻ്റെ ക്രമീകരണമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും അടുത്ത അക്കാഡമിക് ഇയറിലൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഇന്ന് നമ്മുടെ സൺഡേ സ്കൂൾ പ്രസ്ഥാനം കേവലം കേരളത്തിൽ മാത്രമല്ല, ഇൻ എ ഗ്ലോബൽ ഡയമെൻഷൻ അവർ സൺഡേ സ്കൂൾ ഈസ് വർക്കിംഗ്. നമുക്കറിയാം, സൺഡേ സ്കൂൾ എന്ന് പറയുന്ന വലിയ അംബ്രല്ല, ദ ലാർജ് അംബ്രല്ല. ഈ അംബ്രല്ലയുടെ കീഴിൽ കൊച്ചു കൊച്ചു ഒരുപാട് അംബ്രല്ലകളുണ്ട്. കേരളത്തിന് പുറത്തുള്ള സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങളെല്ലാമാണ് OKR എന്ന് പറയുന്നത്. അത് ഈ വലിയ സൺഡേ സ്കൂൾ പ്രസ്ഥാനം എന്ന് പറയുന്ന വലിയ അംബ്രല്ലയുടെ കീഴിലുള്ള ഒരു അംബ്രല്ലയാണ് OKR. അതുപോലെ ഓവർസീസ്, ഇന്ത്യക്ക് പുറത്ത് വിദേശ രാജ്യങ്ങളിൽ, വിവിധ വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അത് ഓവർസീസ് സൺഡേ സ്കൂൾ മൂവ്മെൻ്റ് ഉണ്ട്. അതും ഈ വലിയ അംബ്രല്ലയുടെ കീഴിലുള്ള മറ്റൊരു കൊച്ചു അംബ്രല്ലയാണ്. അതുപോലെ ഗ്ലോബൽ സൺഡേ സ്കൂൾ, ഗ്ലോബൽ ഓൺലൈൻ സൺഡേ സ്കൂൾ എന്ന് പറയുന്ന ഒരു പരിപാടി നമുക്കുണ്ട്. അത് നമ്മുടെ സഭയിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷമായി. പരിശുദ്ധ മാത്യൂസ് തൃതീയൻ ബാവ തിരുമേനിയുടെ നേതൃത്വത്തിലാണ് അത് ആരംഭിച്ചത്. ലോകത്തിൽ എവിടെയായിരുന്നാലും പള്ളി ഇല്ലാത്തിടത്തും
സൺഡേ സ്കൂൾ ഇതുപോലെ പള്ളിയിൽ പോയി പഠിക്കാൻ സാധ്യതയില്ലാത്തിടത്തും എല്ലായിടത്തും ചെന്ന് പറ്റുവാൻ തക്കവണ്ണം ഈ ഓൺലൈൻ മീഡിയ വഴി എല്ലാ കുഞ്ഞുങ്ങൾക്കും ബോധവൽക്കരണം നടത്തുന്ന ഗ്ലോബൽ ഓൺലൈൻ സൺഡേ സ്കൂൾ നമുക്കിന്നുണ്ട്. ഈവൻ ഈ മെൻ്റലി ചലഞ്ച്ഡ്, ഫിസിക്കലി ചലഞ്ച്ഡ്, മെൻ്റലി ചലഞ്ച് എല്ലാ പിള്ളേരെയും നമുക്ക് എടുക്കാനൊക്കത്തില്ല, എന്നാൽ ഫിസിക്കലി ചലഞ്ച്ഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. നടന്നുപോയി സൺഡേ സ്കൂളിൽ പഠിക്കാൻ വയ്യാത്ത ഗ്ലോബൽ തലത്തിൽ, ആഗോളതലത്തിൽ കുഞ്ഞുങ്ങൾ ധാരാളമുണ്ട്. അപ്പോൾ ഫിസിക്കലി ചലഞ്ച്ഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർക്ക് ഒരു പ്രത്യേക പരിപാടി ചെയ്ത് അവർക്ക് ബോധവൽക്കരണം നടത്തുന്നുണ്ട്. ഇങ്ങനെ പല തലങ്ങളിൽ നമ്മുടെ സൺഡേ സ്കൂള് ഒരാഗോള തലത്തിൽ ഇന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഏറ്റവും ശ്ലാഘനീയമാണ്. അത് നിങ്ങളുടെ ഒരു അറിവിന് വേണ്ടി ഞാൻ ആമുഖമായിട്ട് പറഞ്ഞതാണ്. ഞാൻ സെൻറ്റ് ഗ്രിഗോറിയോസ് ചാപ്പലിനോട് ചേർന്നുള്ള തൈമറവുങ്കര സെൻറ്റ് ഗ്രിഗോറിയോസ് സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തെ ഈ 75-ാം വാർഷികം പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുമ്പോൾ എൻ്റെ ഹൃദയം നിറഞ്ഞ അനുമോദനം ഞാൻ അർപ്പിക്കുകയാണ്. ഇവിടെ ചാപ്പൽ ഉണ്ടാകുന്നതിന് മുമ്പ് ഇവിടെ താമസിച്ചിരുന്ന നമ്മുടെ പഴയ പൂർവികർ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സൺഡേ സ്കൂൾ. ഈ പ്രദേശത്ത് പല കുഞ്ഞുങ്ങൾക്ക് ധാർമ്മികതയുടെ, ആധ്യാത്മികതയുടെ വെളിച്ചം പകർന്നു കൊടുക്കുവാൻ ഈ സൺഡേ സ്കൂളിന് സാധിച്ചു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. അനേകം പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ, വൈദികരുൾപ്പെടെ ഈ സൺഡേ സ്കൂളിൽ പഠിച്ച് ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പം ഈ സൺഡേ സ്കൂളിൻ്റെ പ്രാധാന്യം അത്രമാത്രമുണ്ട്. തീർച്ചയായിട്ടും പഠിത്ത വീടുകൾ എന്ന നിലയിലാണ് ആദ്യകാലത്ത് ഈ സൺഡേ സ്കൂളുകൾ ഓരോ പ്രദേശത്ത് ഓരോ വീട് കേന്ദ്രീകരിച്ച് ആ പ്രദേശത്തുള്ള കുഞ്ഞുങ്ങളെ എല്ലാം കൂടെ ചേർത്ത് വേദപുസ്തകവും ആരാധനയും ധാർമ്മികതയും ഒക്കെ പഠിപ്പിക്കുന്ന ബോധന പ്രക്രിയ ആവിർഭവിച്ചു. അതാണ് പിന്നെ നമുക്ക് ഓർഗനൈസ്ഡ് സൺഡേ സ്കൂളായത്. അതുകൊണ്ട് വാക്കുകൾ ദീർഘിപ്പിക്കാതെ ഈ പ്രദേശത്ത് ദൈവീകതയുടെ അറിവിൻ്റെ വെളിച്ചം പകർന്ന ഈ സൺഡേ സ്കൂളിനെ, അതിൻ്റെ മുൻകാല പ്രവർത്തകരെ, കാലയവരികയ്ക്ക് മറഞ്ഞുപോയ അതിൻ്റെ പ്രവർത്തകരെ, ഇപ്പോൾ പ്രവർത്തിക്കുന്നവരെയും വികാരിയച്ഛൻ ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഹൃദയംഗമായി ബലഹീനായി ഞാൻ അനുമോദിക്കുകയാണ് ഈ സമയം. ദീർഘമായി ഒന്നും തന്നെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതിനുള്ള സമയവും സാങ്കത്യവുമില്ല. തീർച്ചയായിട്ടും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരു ഉപഭോഗ സംസ്കാരമാണ്. പലപ്പോഴും നമ്മൾ ഈ പുതുതലമുറയുടെ ഉപഭോഗ സംസ്കാരത്തെ കാണുമ്പോൾ വലിയ സങ്കടം തോന്നും. അതായത് മലയാളത്തിൽ 2 വാക്കുണ്ട്, ഉപഭോഗമെന്നും ഉപയോഗമെന്നും. ഉപഭോഗമെന്ന് പറയുമ്പോൾ ഭോഗിത്വ കാഴ്ചപ്പാടോടുകൂടി എന്തിനേയും കൈകാര്യം ചെയ്യുക. അത് സ്ത്രീ ആയാലും മണ്ണായാലും എന്ത് റിസോഴ്സായാലും പണമായാലും ഭോഗിത്വ കാഴ്ചപ്പാടോടുകൂടി സാധനങ്ങളെ കൈകാര്യം ചെയ്യുമ്പോഴാണ് അത് ഉപഭോഗമാകുന്നത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരു ഉപഭോഗ സംസ്കാരം വർദ്ധിച്ചു വരികയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളായാലും കൊള്ളാം, പ്രായമായവരും കൊള്ളാം, ഒരു ഉപഭോഗമാണ്, ഏതും ഉപഭോഗ സംസ്കാരമാണ്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ ഉപഭോഗ സംസ്കാരത്തിൽ നിന്ന് ഒരു ഉപയോഗ സംസ്കാരത്തിലേക്ക് കൊണ്ടുവരണം. ഉപയോഗം എന്ന് പറഞ്ഞാൽ എന്താ? ഉപയോഗത്തിൽ യോഗിത്വമുണ്ട്, ഉപഭോഗത്തിൽ ഭോഗിത്വമുണ്ട്, ഉപയോഗത്തിൽ യോഗിത്വമുണ്ട്. യോഗി എന്ന് പറഞ്ഞ അർത്ഥം എന്തോ? സന്യാസി എന്ന യോഗി. അപ്പോൾ ഒരു സന്യാസിയുടെ കാഴ്ചപ്പാടോടുകൂടി മണ്ണായാലും പെണ്ണായാലും വെള്ളമായാലും എന്തായാലും അത് കൈകാര്യം ചെയ്യുന്നെങ്കിൽ അതാണ് ഉപയോഗം. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ
ഉപഭോഗ സംസ്കാരത്തിൽ നിന്ന് ഉപയോഗ സംസ്കാരത്തിലേക്ക് കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. സൺഡേ സ്കൂളിലാണ് അതൊക്കെ പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ബോധവൽക്കരണ പ്രക്രിയ എന്ന് പറയുന്ന അമ്മയുടെ ഉദരത്തിൽ തുടങ്ങേണ്ടതാണ്. അമ്മയുടെ ഉദരത്തിൽ തുടങ്ങേണ്ടതാണ്. അമ്മയുടെ ഉദരത്തിൽ നിന്നാണ് കുഞ്ഞുങ്ങൾ പ്രാഥമികം കുറച്ചൊക്കെ പഠിക്കുന്നത്. അത് കഴിഞ്ഞ് ഒന്നാമത്തെ ധാർമ്മികതയുടെയും ആത്മീയതയുടെയും സ്കൂളെന്ന് പറയുന്നത് ഭവനമാണ്. പിന്നീടാണ് മറ്റ് സെക്കുലറും സൺഡേ സ്കൂൾ പോലുള്ള സീക്രട്ട് എല്ലാം വരുന്നത്. അതുകൊണ്ട് നമ്മുടെ ഭവനങ്ങളിൽ ഇന്ന് വല്ലാത്ത സംസ്കാരമാണുള്ളത് എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ ചിലപ്പം എനിക്കതിനോട് ഇപ്പം പലയിടത്തും ഞാൻ പറയുന്നതാണ്. നമ്മുടെ സ്ത്രീകൾ എന്ത് മാതൃകയാണ് എന്നുള്ളത്. ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. എൻ്റെ അമ്മ മടിയിലിരുത്തി കണ്ണീരോടെ പ്രാർത്ഥിച്ച് എൻ്റെ തലയിൽ ഒരുപാട് കണ്ണുനീര് വീണിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഞാൻ ഈ സ്ഥാനത്തൊക്കെ വന്നത്. ഇന്ന് എത്ര അമ്മമാരാണ് കുഞ്ഞുങ്ങളെ മടിയിലിരുത്തി പ്രാർത്ഥിക്കുന്നത്? അവർക്ക് ദൈവികമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന പേരൻസ് ഇന്ന് എത്ര ഉണ്ട്? ഞാൻ സാധാരണ പറയുകയാണ്, ഇപ്പോൾ ഒരു വേദി കിട്ടിയപ്പം അങ്ങ് പറഞ്ഞ കൂട്ടത്തിലങ്ങ് പറയുക. ഒരു കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിൽ 3 സ്റ്റേജസ് ഉണ്ട്. ഈ അമ്മമാരും അപ്പന്മാരും അത് മനസ്സിലാക്കണം. സൺഡേ സ്കൂളിൽ മാത്രം വിട്ടെന്നും കണ്ട് ഒരു കാര്യമില്ല. സൺഡേ സ്കൂളിൽ വിട്ട് കുറച്ച് സമ്മാനം മാത്രം വാങ്ങിച്ചിട്ടൊരു കാര്യമില്ല. 5 വയസ്സ് വരെ കുഞ്ഞിനെ മടിയിലിരുത്തി 3 കാര്യങ്ങൾ നിങ്ങൾ കൊടുക്കണം. അമ്മമാർ പ്രത്യേകിച്ച് അമ്മിഞ്ഞപ്പാൽ കൊടുക്കണം, 2 പ്രാർത്ഥന കൊടുക്കണം, 3 സ്നേഹം കൊടുക്കണം. ഇന്ന് എത്ര കുടുംബങ്ങളിലാണ് ഇതൊക്കെ നടക്കുന്നത്? വല്ലതും ഉണ്ടോ? 5 വയസ്സ് തൊട്ട് 10 വയസ്സ് വരെ അമ്മിഞ്ഞപ്പാൽ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അമ്മിഞ്ഞപ്പാലിന് പകരം പാല് പോലെയുള്ള ഉപദേശങ്ങളെ കുഞ്ഞിന് കൊടുക്കണം. പള്ളിയിലോട്ട് നിങ്ങളുടെ കുഞ്ഞിനെ പറഞ്ഞു വിടുന്നതിന് മുമ്പ് എന്തിനാ മോനെ പള്ളി പോകുന്നത്, പള്ളി പോയാൽ എങ്ങനെ നിൽക്കണം, ആരെ കാണാനാണ് പോകുന്നത്, ഇതെല്ലാം അമ്മ ഈ മടിയിലിരുത്തി കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഈ കുർബാന കൊടുക്കാൻ ഈ പൊടിക്കുഞ്ഞുങ്ങളെ മുന്നോട്ട് കൊണ്ടുവരും. വീട്ടിൽ യാതൊരു ട്രെയിനിങ്ങും ഇല്ലാത്ത കുഞ്ഞുങ്ങൾ കുർബാന അനുഭവിക്കാൻ വരുമ്പോൾ നമുക്ക് കാണാം, വ്യത്യാസം കാണാം. കുർബാന അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഒരൊറ്റ തുപ്പ നമ്മുടെ മുഖത്തോട്ട് നോക്കി. അതേസമയം വീട്ടിൽ ട്രെയിനിങ് ഉള്ള നല്ല കുഞ്ഞുങ്ങൾ വരുമ്പോൾ വാ പൊളിച്ച് ചിരിച്ച് കുർബാന സ്വീകരിക്കും. വ്യത്യാസം എനിക്ക് വ്യക്തമായിട്ടറിയാം. ഞാൻ ഇന്ന് 2 കാര്യം പള്ളി പറഞ്ഞില്ലയോ? നേർച്ചയിടാൻ വരുമ്പോൾ അതൊക്കെ മടിയിലിരുത്തി അമ്മമാരും അപ്പന്മാരും പറഞ്ഞു കൊടുക്കേണ്ടതാണ്. എടീ കുഞ്ഞെ, പള്ളിയിൽ പോകുമ്പം യേശു അപ്പച്ചനെ കാണാൻ പോവുക, കൈകൾ ചില പള്ളിയിൽ പോകുമ്പം കാണാനില്ലയോ? ഞാൻ ഇവിടുത്തെ കാര്യമൊന്നുമല്ല പറഞ്ഞു. ചില പള്ളിയിൽ പോകുമ്പോൾ ഈ പിള്ളേരെല്ലാം കൂടെ പള്ളിയുടെ ഈ പോർട്ടിക്കോയിൽ നിന്ന് അടിച്ചോട്ടം കളിയാണ് കുർബാന പടിഞ്ഞാട്ട് എഴുന്നള്ളിച്ചുകൊണ്ട് വരുമ്പോൾ. അത്ര ലീസ്റ്റ് ബോധേഡ്, കുഞ്ഞുങ്ങളെക്കുറിച്ച് ലീസ്റ്റ് ബോധേഡാണ്. അവൻ കരയട്ടെന്ന് ചെവിക്ക് പിടിച്ച് തിരിച്ച് നിർക്കുക. എൻ്റെ അമ്മയൊക്കെ അങ്ങനെ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. എന്നെ കൈകൂപ്പി നില്ലടാന്ന് പറയും, ചെവിക്ക് പിടിക്കും. കരയട്ടെന്നേ. അങ്ങനെ പഠിപ്പിച്ചെങ്കിലേ കുഞ്ഞുങ്ങൾ ശരിയാകത്തുള്ളൂ. ഞാനിത് സൺഡേ സ്കൂളിൻ്റെ കൊണ്ട് മാത്രമല്ല പറയുന്നത്. 5 വയസ്സ് തൊട്ട് 10 വയസ്സ് വരെ പാല് പോലുള്ള ഉപദേശം കൊടുക്കണം, പ്രാർത്ഥന കൊടുക്കണം, നിറഞ്ഞ സ്നേഹം കൊടുക്കണം. 10 തൊട്ട് 15 വയസ്സ് വരെ, 15 കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി. 15 വയസ്സ് വരെ ഡയറ്റ് മാറ്റണം, നിറഞ്ഞ സ്നേഹം കൊടുക്കണം, പ്രാർത്ഥന കൊടുക്കണം, മാതൃക കൊടുക്കണം. അന്ന് പിന്നെ ഉപദേശം കൊടുത്തിട്ട് ഒരു കാര്യമില്ല. മാതൃക കൊടുക്കണം. രാവിലെ എണീറ്റ് കുളിച്ച് നിങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ ആ കുഞ്ഞിനെ കൈക്ക് പിടിച്ച് കൊണ്ടുപോകണം. അവൻ രാവിലെ പഠിക്കും. ഞാൻ അച്ഛനായിട്ടിരുന്നപ്പോൾ ഒരു പള്ളിയിൽ പോയി, സമയം പോയാലും വേണ്ടിയില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെ ഞാൻ സ്ഥലം കോന്നി ഊട്ടുപാറയാണ്. അവിടെ ഒരു വലിയ വീട്ടിൽ, വലിയ മുതലാളിമാരുടെ വലിയ വീട്ടിലൊരു അമ്മച്ചിയുണ്ട്. അപ്പോൾ അമ്മച്ചി കറക്റ്റ് പഴയ ചട്ടയും മുണ്ടും ഒക്കെയാണ്. അന്ന് ഞാൻ കാണുമ്പം തന്നെ 10-75 വയസ്സുണ്ട്. ഇപ്പോൾ എല്ലാം മരിച്ചുപോയി.
അപ്പോൾ ഈ അമ്മച്ചി ഡ്രൈവറുണ്ട് കാറയിൽ. അന്നൊക്കെ 7 മണിക്ക് നമസ്കാരം തുടങ്ങുമ്പം 6:45 അമ്മച്ചി വരും. അപ്പം ഞാനൊന്ന് കൊച്ചച്ഛനാണ്. ഞാനൊരിക്കൽ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി സാധാരണ പണമുള്ളവരുടെ വീട്ടിലും ഇതുപോലെ പ്രായമായവരൊക്കെ കുർബാനയൊക്കെ പാതിയൊക്കെ ആകുമ്പോഴേ വരത്തുള്ളൂ, അമ്മച്ചി എന്താണ്? അപ്പച്ചി എന്നോട് പറഞ്ഞതാ, അച്ഛാ ഞാൻ തുമ്പോണുകാരിയാണ്. എൻ്റെ അപ്പൻ രാവിലെ 6 മണിക്ക് കുളിച്ചൊരുങ്ങി ഞാനൊന്ന് എൻ്റെ കൈക്ക് പിടിച്ച് എന്നെ പള്ളിക്ക് തുമ്പോൺ കത്തീഡ്രൽ വലിയ പള്ളി ഇപ്പോൾ ഉണ്ട്. എനിക്ക് അന്ന് മുതലേ കിട്ടിയൊരു പതിവാണിത്. അത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ഈ പിള്ളേരൊക്കെ ഞാൻ കുഞ്ഞുങ്ങളെ കുറ്റമായിട്ട് പറയുകയല്ല, പല പള്ളിയിലും പോകുമ്പോൾ പിള്ളേരില്ല. അതുപോലെ പല പള്ളിയിലും പ്രായമാർ വരുന്നത് കുർബാന തീരാറാകുമ്പോൾ. പിന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എങ്ങനെ പള്ളി വരും? അപ്പോൾ 10 വയസ്സ് തൊട്ട് 15 വയസ്സ് വരെ നിറഞ്ഞ സ്നേഹം കൊടുക്കണം, പ്രാർത്ഥന കൊടുക്കണം, മാതൃക കൊടുക്കണം. അങ്ങനെ ആയാലേ കുഞ്ഞുങ്ങൾ വളർന്നു വരത്തുള്ളൂ. പോകട്ടെ, ഞാനിതിൻ്റെ കോണ്ടെക്സ്റ്റും സൺഡേ സ്കൂളിൻ്റെ ഒക്കെ ഒന്ന് പറഞ്ഞു വന്നപ്പം പറഞ്ഞു പോയതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നൊരുപാട് സ്വാധീനങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ട്. അന്ധത, ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അവർ ബ്ലൈൻഡാണ്. അവർ കണ്ണോട്ടന്മാരൊന്നും അല്ല, പക്ഷേ സ്പിരിച്വലി മോറലി ദേ ആർ ബ്ലൈൻഡ്. അന്ധത, അജ്ഞത, അലസത, ഒരുപാട് സ്വാധീനങ്ങൾ, തെറ്റായ സ്വാധീനങ്ങളുണ്ട്. ഇതിനെതിരെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ നോക്കിയില്ലെങ്കിൽ, സൺഡേ സ്കൂൾ പ്രസ്ഥാനം, വീടുകളിലുള്ള ട്രെയിനിങ്, ദേവാലയത്തിലുള്ള സംബന്ധം, ഇതൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ തലമുറ നമുക്ക് നഷ്ടപ്പെടും എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. നിങ്ങളൊരു പക്ഷേ കേട്ടു കാണും, ഈ സൺഡേ സ്കൂളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പെൻസിലിൻ്റെ ഒരു ഉപമ പറയാറുണ്ട്. നിങ്ങളൊക്കെ കേട്ടു കാണും, ഞാനത് പെട്ടെന്നൊന്ന് പറയാം. പെൻസിലിൻ്റെ ഉൾക്കാമ്പാണല്ലോ അതിൻ്റെ എഴുതുന്ന ഭാഗം, ഉൾക്കാമ്പ്. അത് കാർബണാണ് അതിൻ്റെ മെയിൻ കോണ്ടസ്റ്റ്. പിന്നെ വേറെ പല ഇൻഗ്രീഡിയൻസ് ഉണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉൾക്കാമ്പുണ്ടാവണം. അറിവുകൾ, ജ്ഞാനങ്ങൾ, പ്രായോഗികമായത്, വേദപുസ്തകത്തിലേ ഉള്ളത്. ഇന്ന് നമ്മുടെ പിള്ളേരെ നോക്കിക്കോ, ഞാൻ കാണുന്നതാണ്. എന്തെങ്കിലും ഒരു സിമ്പിൾ കാര്യം ചോദിച്ചാൽ അവനറിയത്തില്ല, ഉടനെ മൊബൈലെടുത്ത് ചരണ്ടും. യാതൊരു ഉൾക്കാമ്പും ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്കില്ല. ഇറ്റ്സ് എ റിയൽ ഫാക്റ്റ്. പണ്ടൊക്കെ നമുക്ക് വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലെങ്കിലും പല കാര്യങ്ങളും പിള്ളേർക്ക് പോലും അറിയാം. ഇന്ന് വായനയില്ല, ഈ മൊബൈലും ചുരണ്ടി നടക്കും. ഉൾക്കാമ്പ് കിട്ടുന്നില്ല മക്കളെ. ഉൾക്കാമ്പുണ്ടാവണം, അതിന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ സൺഡേ സ്കൂൾ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. 2, ഉൾക്കാമ്പ് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നല്ലൊരു തടിയുണ്ട്, ഇല്ലയോ? ഈ കുഞ്ഞുങ്ങളെ തെറ്റായ മാർഗങ്ങളിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സൺഡേ സ്കൂൾ ഒരു പ്രസ്ഥാനമാണ്, ബാലസമാജം മറ്റൊരു പ്രസ്ഥാനമാണ്. വീട്ടിലും നല്ല പ്രൊട്ടക്ഷൻ ഉണ്ടാവണം, അതില്ലെങ്കിൽ ശരിയാകില്ല. 3, ഇതിൻ്റെ മേളിലൊരു റബ്ബറുണ്ട്. എന്തിനാ? തെറ്റ് വന്നാൽ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ചെവിക്ക് പിടിച്ച് കറക്റ്റ് ചെയ്യണം. നിങ്ങൾ 7-8 വയസ്സ് വരെ നിങ്ങളുടെ കയ്യിലല്ലയോ? ശിക്ഷിക്കേണ്ടടുത്ത് എന്ന് പറഞ്ഞാൽ അവരെ ഒരുപാട് ഉപദ്രവിക്കാനല്ല, വഴക്ക് പറയേണ്ടടുത്ത് വഴക്ക് പറയണം. ഞാൻ ചോദിച്ചോട്ടെ, ഈ ആൺകുട്ടികളും പെൺകുട്ടികളും, ഇന്ന് ഞാൻ പള്ളി ഞാനൊരു ഉദാഹരണം പറയുക. ഈ വേണ്ടാത്ത കോമാളി വേഷവും ധരിച്ച് പള്ളിയിൽ വരുമ്പോൾ ഈ അമ്മയ്ക്കും അപ്പനൊന്ന് പറയരുതോ, മോനെ ഈ വേഷം ധരിച്ച് കുർബാനയ്ക്ക് നീ പോകരുത്? വഴക്ക് പറഞ്ഞ് ചെവിക്ക് പിടിച്ചകത്ത് കയറി നല്ല വേഷം ധരിപ്പിച്ച് കൊടുക്കണം. അത് റബ്ബറാ. അത് കറക്റ്റ് ചെയ്യേണ്ടത് കറക്റ്റ് ചെയ്യണം, പഴക്ക് പറയേണ്ടടുത്ത് പഴക്ക് പറയണം. അതൊക്കെ ഞാൻ ആ പെൻസിലിൻ്റെ റബ്ബറുമായിട്ട് ഉദാഹരണപ്പെട്ട് പറയുന്നതാണ്. അതുകൊണ്ട് കറക്ഷൻ ആവശ്യമാണ്. 4, ഇത് മൊന എപ്പോഴും അതിൻ്റെ തടി ചെത്തി മൊന കൂർപ്പിച്ചുകൊണ്ടിരിക്കുന്നാലേ എഴുതാനൊക്കത്തുള്ളൂ. തടി എപ്പോഴും കവർ ചെയ്തുകൊണ്ടിരുന്നാൽ ഈ കുഞ്ഞുങ്ങളെ നല്ല കാര്യത്തിന് എക്സ്പോസ് ചെയ്യണം. നിങ്ങൾ വീട്ടിൽ ആ പടം 1 മുറി പിള്ളേരേ ഉള്ളൂ, ഇതുങ്ങളെ എടുത്ത് തലയെ വെച്ചുകൊണ്ടിരിക്കുക, ഒന്നിനും വിടത്തില്ല. അത് പാടില്ല. അവരെ എക്സ്പോസ് ചെയ്യണം, നല്ല കാര്യങ്ങൾ അവരെ എക്സ്പോസ് ചെയ്യണം. കുഞ്ഞുങ്ങളെ നല്ല സൺഡേ സ്കൂള്, പള്ളിയിലെ കാര്യങ്ങൾ,
ദൈവികമായ കാര്യങ്ങൾ അവരെ എക്സ്പോസ് ചെയ്യിപ്പിക്കണം. അതാ ഞാൻ പറഞ്ഞത്, ഇത് മൊന എപ്പോഴും കൂർപ്പിച്ചുകൊണ്ടിരിക്കണം, എന്നാലേ യൂസ്ഫുൾ ആകത്തുള്ളൂ. അഞ്ചാമത്, ഈ അഡാപ്റ്റബിലിറ്റി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. അഡാപ്റ്റബിലിറ്റി. ഒരു പെൻസിൽ എടുത്താൽ നിങ്ങൾക്ക് യു ക്യാൻ റൈറ്റ് എനി സർഫേസ്. റഫ് സർഫേസിലും എഴുതാം, സ്മൂത്തായിട്ടുള്ളിടത്തും എഴുതാം, പേപ്പറിൻ്റെ പുറത്ത് എഴുതാം, എവിടെ വേണേലും എഴുതാം. എന്നാൽ ഒരു പേന എടുത്ത് അങ്ങനെ എഴുതാനൊക്കത്തില്ല, എല്ലായിടത്തും എഴുതാനൊക്കെ ഒക്കത്തില്ല. സോ ഇറ്റ് ഈസ് ഒരു പെൻസിലിൻ്റെ ഒരു പ്രത്യേകത, ഇറ്റ് ഈസ് അഡാപ്റ്റബിലിറ്റി. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എത്ര പേർക്ക് അഡാപ്റ്റബിലിറ്റി ഉള്ളത്? ഏത് സാഹചര്യത്തിൽ പോയാലും ജീവിക്കാനുള്ള അഡാപ്റ്റബിലിറ്റി. ഏത് സമൂഹത്തിൽ പോയാലും തെറ്റിലേക്ക് വഴുതി പോകാതെ ജീവിപ്പാനുള്ള, നന്മയെ മാത്രം മുറുകെ പിടിച്ച് ജീവിപ്പാനുള്ള അഡാപ്റ്റബിലിറ്റി കപ്പാസിറ്റി, അതൊന്നും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നില്ല, കിട്ടുന്നില്ല. അത് സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിലൊക്കെ കുറച്ച് കൊടുക്കാൻ പറ്റും, പക്ഷെ അത് മുഴുവൻ പറ്റത്തില്ല. നിങ്ങളുടെ വീടുകളിലൊക്കെ അതൊക്കെ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് ഞാൻ ഈ കൂട്ടത്തിൽ ഓർപ്പിക്കുക. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. പ്രായോഗികമായി എങ്ങനെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കണം. ഹൗ ടു ലീഡ് എ പ്രാക്ടിക്കൽ ഗുഡ് ക്രിസ്ത്യൻ ലൈഫ്. മോനെ, എന്തിനാണ് അവർ ക്രിസ്ത്യാനിയായി ജീവിക്കുന്നത്? എന്താണ് ക്രിസ്തീയ രക്ഷയെന്ന് പറഞ്ഞാൽ? ഇതൊക്കെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം. ഞാൻ ഇന്നൊരു ഉദാഹരണം പറയാം. ഇന്ന് ഞാൻ പള്ളി പറഞ്ഞില്ലയോ, എന്തിനാ കളറെ പോയി ധൂപം വെക്കുന്നത്? ഈ പിള്ളേരോട് ചോദിച്ചാൽ അറിയാമോ? നിങ്ങൾ അപ്പനും അമ്മയും പറഞ്ഞു കൊടുക്കണം. അപ്പനും അമ്മയ്ക്ക് അറിയാമേ, പിന്നെങ്ങനെ? ക്രിസ്തു സാന്നിധ്യം ആ കല്ലറയ്ക്കുള്ളിലുണ്ട്. കുർബാന അനുഭവിച്ച് മരിച്ചുപോയ ആ മൃതൻ മണ്ണോട് മണ്ണ് ചേർന്നാലും ആ കല്ലറയ്ക്കുള്ളിൽ ക്രിസ്തുവിൻ്റെ സജീവ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് യേശുതമ്പുരാൻ്റെ സാന്നിധ്യത്തിൻ്റെ മുമ്പാകെയാണ് നമ്മൾ ധൂപം വയ്ക്കുന്നത്. ഇതുപോലുള്ള പ്രായോഗികമായ ഒരുപാട് പാഠങ്ങളുണ്ട്. ഈ സുവിശേഷം, ഞാൻ ഇതൂടെ പറഞ്ഞങ്ങ് നിർത്താം. സുവിശേഷം, എത്ര സുവിശേഷമുണ്ട്? എസ്പെഷ്യലി ന്യൂ ടെസ്റ്റ്മെൻറ്റ് കോണ്ടെക്സ്റ്റിൽ എത്ര സുവിശേഷമുണ്ട്? മോനെന്ന് പറഞ്ഞത് സൺഡേ സ്കൂളിൽ പഠിക്കുന്ന മോനല്ലേ? കുറച്ച് പറ, എണ്ണിട്ട് എന്ന് പറ. 16 14 ഞാൻ സുവിശേഷങ്ങൾ 4 സുവിശേഷങ്ങൾ ഇരിക്കാൻ. 4 അല്ലെന്ന് ചിന്തയുള്ളവരാരെല്ലാം ഉണ്ടോ? ആ മോൻ പറഞ്ഞു 4 സുവിശേഷങ്ങളെന്ന്. 4 അതിൽ കൂടുതലാണെന്നോ അതിൽ കുറവാണെന്നോ? വാട്ട് ഈസ് യുവർ ഐഡിയ? അധ്യാപകർക്കും പറയാം. 4. ഞാൻ ഒരധ്യാപകനാണ്. 0 മാർക്കേ നിങ്ങൾക്ക് തരത്തുള്ളൂ. സുവിശേഷം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? സുവിശേഷം, ഗുഡ് ന്യൂസ്, ഇല്ലയോ? ഞാൻ മനസ്സിലാക്കിയത്, പൗലോസ്ലീഹ പറയുന്നുണ്ട് ക്രിസ്തുവാണ് എൻ്റെ സുവിശേഷം എന്നൊക്കെ പൗലോസ്ലീഹ പറയുന്നുണ്ട്, ശരിയാ. പക്ഷേ ഈ ന്യൂ ടെസ്റ്റ്മെൻറ്റ് കോണ്ടെക്സ്റ്റ് 2 സുവിശേഷങ്ങളേ ഉള്ളൂ വേദോസ്. ഒന്ന്, ദൈവം മനുഷ്യനായി ബേത്ലഹേമിൽ അവതരിച്ചു. ഇതാണ് നല്ല സുവിശേഷം, ഗുഡ് ന്യൂസ്. മറ്റൊരു ഗുഡ് ന്യൂസ്, ദൈവം ഖബറിൽ നിന്ന് എന്നേക്കും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പുതിയ നിയമ കോണ്ടെക്സ്റ്റിൽ ഈ 2 ഗുഡ് ന്യൂസാണ് ഉള്ളത്. അതുകൊണ്ട് 4 ഇനി മണ്ടത്തരം പറയരുത്. 2 ഗുഡ് ന്യൂസാണ്. സുവിശേഷങ്ങൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ 2. എന്നാൽ സുവിശേഷ പുസ്തകങ്ങൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ ഉത്തരം എത്ര? 4. ഇതുപോലുള്ള പ്രായോഗികമായ പാഠങ്ങൾ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പം ഇനിയും മണ്ടത്തരം പറയരുത് കേട്ടോ. സുവിശേഷം എത്ര ഉണ്ട്? 2. ഏതൊക്കെയാ 2 സുവിശേഷം? ദൈവം മനുഷ്യനായി ബേത്ലഹേമിൽ അവതരിച്ചു. 2-മത്തെ സുവിശേഷം, അവൻ ഖബറിൽ നിന്ന് എന്നേക്കും മഹത്വത്തോടെ ഉയർത്തെഴുന്നേറ്റു. ഇതല്ലാതെ വേറെ എന്തോ ഗുഡ് ന്യൂസ് പുതിയ നിയമത്തിലുള്ളത്? വേറെ എന്തോ പുതിയ ഉണ്ട്? ഒന്നും ചിന്തിക്കത്തില്ല, ചുമ്മാ മണ്ടത്തരം അടിച്ചു വിടും. ഇതുപോലെയുള്ള പ്രായോഗികമായ പാഠങ്ങൾ നമ്മുടെ സൺഡേ സ്കൂളിൽ പറഞ്ഞു കൊടുക്കണം. അല്ലാതെ സിലബസ് മാത്രം വെച്ച് കംപ്ലീറ്റ് ചെയ്ത് പോവല്ല. അതുകൊണ്ട് ഞാൻ വാക്കുകളെ നിർത്തുന്നു. ഈ 75 വർഷം ഈ പ്രദേശത്ത് ആത്മീയമായി പ്രവർത്തിച്ച് ഇതിനെ അനുഗ്രഹിച്ച എല്ലാ പൂർവ്വസൂരികളെയും ഈ സമയത്ത് ഞാൻ സ്മരിക്കുന്നു. ഇതിൻ്റെ പ്രവർത്തകരെ അഭിനന്ദിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്
ഈ മഹാസമ്മേളനം ദൈവനാമത്തിൽ പരിശുദ്ധ പൗലോസ് തിരുമേനിയുടെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊള്ളുന്നു.